ചേട്ടാ എന്നെ ഒന്ന് അപ്പുറത്തോട്ടൊന്ന് ഡ്രോപ്പ് ചെയ്യൂ. വാ കയറ്. എന്ത് പറ്റിയതാ? ആക്സിഡൻറ്റ്. ഓ, കൈക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? കുറച്ചു നേരമായി പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നു. ഇല്ല. മൈസെൽഫ് ക്ലെമൻറ്റ്. എൻ്റെ കഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നില്ലേ, ഈ റൂമാണ് ഇപ്പോൾ എൻ്റെ ലോകം. കുറേ നാളുകളായി ഞാൻ ഇവിടെ തന്നെയാണ്, വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമൊക്കെ അകന്ന് ഈ ചെറിയൊരു വീട്ടിൽ. ഞാനും നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യൻ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ തികച്ചും വ്യത്യസ്തം തന്നെയാണ് ഞാൻ. നിങ്ങളൊക്കെ സ്വപ്നം കാണുന്നത് പോലെ നല്ലൊരു ജോലി, വിവാഹം, കുട്ടികൾ, കുടുംബം, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ സ്വപ്നം. ഫിലിം മേക്കിംഗ് എൻ്റെ പാഷനായിരുന്നു. പക്ഷേ ഇതെല്ലാം എനിക്കിന്ന് എത്തിച്ചേരാൻ കഴിയുന്നതിലും ദൂരെയാണ്. ചിലർക്ക് ഞാനൊരു ഭ്രാന്തനാണ്, മറ്റു ചിലർക്ക് ഞാനൊരു അത്ഭുത ജീവിയും. എന്നെ ഈ കാണുന്ന അവസ്ഥയിൽ എത്തിച്ചത് എൻ്റെ നിഴലുപോലെ തന്നെ കൂടെയുള്ള രോഗാവസ്ഥയാണ്. മറ്റുള്ളവരിൽ നിന്നും എന്നെ തീർത്തും വ്യത്യസ്തനാക്കുന്ന ഒരു നശിച്ച രോഗം. ഒരു മിനിറ്റ്, അപ്പുറം. താങ്ക് യു, താങ്ക് യു. അയ്യാ, എന്ത് ചെയ്യുന്നു? ചേട്ടാ, ഞാനൊരു ഫിലിം മേക്കറാണ്. ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സൈറ്റ് നോക്കി വന്നയാ. അത് ശരി, ഒരു ചാൻസ് തരൂ. ആ, നോക്കട്ടെ ചേട്ടാ. എൻ്റെ അടുത്താ, ഒരു ചായ പിടിച്ചിട്ട് പോവാ. എൻ്റെ വീടിൻ്റെ അടുത്താ. ആ, വർക്കിയോ? കയറിയിരിക്കെ. അനാമോ, വർക്കി വന്നിട്ട് ചായ എടുക്ക്. വേണ്ട വേണ്ട വേണ്ട, ഞാൻ വന്നെന്തെന്നറിയാലോ. കഴിഞ്ഞ മാസം ഇതുവഴി വന്നപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞായിരുന്നു, മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ എല്ലാ സ്വത്തും എൻ്റെ ഒരേ ഒരു മോക്ക് അവകാശപ്പെട്ടതാണ്. പിന്നെ ക്ലെമൻ്റ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. അവൾക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും. മോളിപ്പം പഠിച്ചോണ്ടിരിക്കുക. ഇപ്പം അങ്ങ് ഉറപ്പിച്ചാലേ 2 കൊല്ലം കഴിഞ്ഞ് കല്യാണം നടത്താം. എന്തു പറയുന്നു? അതൊക്കെ ശരി തന്നെയാണ്, വർക്കി പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ക്ലെമന്റിന് ഈ പ്രപ്പോസലിനോട് അത്ര താല്പര്യമില്ല. അത് തന്നെയാണ് പ്രശ്നം. അവനോട് ഞാൻ സംസാരിക്കാം. അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അവനൊരു പ്രപ്പോസൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് കരുതിയാൽ മതി. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിനുള്ള ഒരു സംബന്ധത്തിനും നിങ്ങൾക്ക് താല്പര്യമില്ല? അങ്ങനെയല്ല. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവർക്കും ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കാണും. നമ്മൾ കടുംപിടുത്തം പിടിക്കാൻ പാടില്ലല്ലോ. അവൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു, അത് ഞാൻ വർക്കിയോട് പറഞ്ഞേ ഉള്ളൂ. ഇനി ഇതിന്റെ പേരിൽ വർക്കിക്ക് മുഷിച്ചില്ലെന്ന് തോന്നരുത്. അപ്പൊ ശരി, ഞാൻ ഇറങ്ങുവാ.
ശരി ചേട്ടാ. വേറെ ഒരു ചായ കുടിച്ചിട്ട് പോ. കുഴപ്പമില്ല ചേട്ടാ. ആ മഴയില്ലേ? വരൂ വരൂ. അറിയാ ഇരിക്കേ. ഒരു ചായ ഇട്ട് കുടിച്ചേച്ച് പോയാൽ മതി. വേണ്ട ചേട്ടാ. അല്ല, ഒരു ചായ ഇട്ട് കുടിച്ചേച്ച് പോയാൽ മതി. ഉം. ചായ കുടിച്ചിട്ടേ പോകാവൂ. ആ. ഇയാള്. ആ. ഹലോ ഡീ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ചേട്ടാ, ചേട്ടാ ഞാൻ ഇറങ്ങുവാണേ, പിന്നൊരു ദിവസം വരാം. സത്യം പറയടാ, മോഷ്ടിക്കാനല്ലേ വന്ന നീ? അങ്ങനെ ഒരു വിധം ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു വന്നു. ഞാൻ വിചാരിച്ചെന്ന് പോലീസിൻ്റെ ഇടിയെട്ടിയത് തന്നെ ഒന്ന്. പുതിയ ക്യാമറ ഒന്ന് വാങ്ങിച്ചാ പോരെ? നിന്റെ അച്ഛൻ കൊണ്ടുവച്ചേക്കുന്ന പൈസ. ദേ, എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. അപ്പോ എന്താ നിന്റെ പ്ലാൻ? ക്യാമറയും തൂക്കി പിടിച്ചോണ്ട് നടക്കാനോ? എന്തൊക്കെയായിരുന്നു? ഗവൺമെന്റ് ജോലി, വലിയ വീട്, സെറ്റിൽഡ് ലൈഫ്, ഇതൊന്നും നടക്കാൻ പോണില്ല. ഇവിടെയാണെങ്കിലോ ഓരോ ദിവസവും ഓരോ കല്യാണക്കാര്യവും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അച്ഛനും അമ്മയും. നീ ഇങ്ങനെ കിടന്ന് ചാടാതെ പെണ്ണെ. ഞാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, എല്ലാ PSC എക്സാം അറ്റൻഡ് ചെയ്യുന്നുമുണ്ട്. എനിക്ക് കിട്ടണ്ടേ? നീ ക്യാമറയും തൂക്കി നടക്കുന്ന സമയത്ത് ഏതെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയി പഠിച്ചിരുന്നെങ്കിൽ എപ്പോഴും ജോലി കിട്ടിയേനെ. നിനക്കേ എന്നെ വേണമെന്നില്ല, അതാ കാര്യം. നീ അങ്ങനെ പറയല്ലേ. ഞാൻ നൈറ്റ് ക്ലാസ്സിന് പോകുന്നുണ്ടല്ലോ, അപ്പോഴല്ലേ നിനക്ക് ഞാൻ സംസാരിക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത്. ശരി, ഞാനൊന്നും പറയുന്നില്ല, PSC കോച്ചിങ്ങിന് പൊക്കോ. പക്ഷേ 2 വർഷം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചോദിച്ചില്ലെങ്കിൽ പിന്നെ എന്നെ നോക്കണ്ട, വേറെ പെണ്ണിനെ കെട്ടി ജീവിച്ചോണം. നീ ടെൻഷൻ അടിക്കണ്ട, ജോലിക്കാര്യമൊക്കെ ഞാൻ സെറ്റ് ആയിക്കോളാം. ഓ, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാ പറയാറ്. ദാ മോനെ, ആ എന്തമ്മാ? 8 മണിയായി, നീ ക്ലാസ്സിന് പോണില്ലേ? ദാ ഇറങ്ങിയമ്മാ. ഓക്കെ, അപ്പോൾ ശരി, ഞാനായിട്ട് വിളിക്കാം. എവിടെ പോണു? നീയല്ലേ പറഞ്ഞത് PSC ക്ലാസ്സിന് പോകണമെന്ന്. ഞാൻ പോയിട്ട് വരാം. ഓക്കെ. പിന്നെ ഇന്ന് രാത്രി ഞാൻ ബിസി ആയിരിക്കും. പ്രോജക്റ്റ് വയ്ക്കണം മൺഡേ. ഇന്നിരുന്ന് വേണം കംപ്ലീറ്റ് ആക്കാൻ. നാളെ രാവിലെ എനിക്ക് പോയാൽ വേണം. ഓക്കെ ശരി, ഞാൻ വിളിക്കാം. പറ്റുമെങ്കിൽ ഫോൺ എടു. ഡാ, എങ്ങോട്ട്? നീ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അടുത്തെങ്ങാനും ജോലി കിട്ടുമോ? ആ, കിട്ടുമായിരിക്കും. എവിടെ? നീ ഒന്നുകിൽ ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഡയറക്ഷൻ പഠിക്കാൻ നോക്ക്, അല്ലെങ്കിൽ PSC എഴുതി ഒരു ജോലി വാങ്ങാൻ നോക്ക്. ഇതൊരുമാതിരി 2 വെള്ളത്തിൽ കാല് ചോട്ടും പോലെ. ആരോട് പറയാ? പോ. ഡാ, കഴിച്ചിട്ട് പോ. മതി, ബാക്കി വന്നിട്ട് കഴിച്ചിട്ട് പോ. വന്നിട്ട് കഴിക്കാം അമ്മ. എടാ, സുഭാഷ് ഒന്നില്ലേ? അപ്പം നീ ഒന്നും അറിഞ്ഞില്ലേ? അവൻ്റെ പെങ്ങള് സ്റ്റെപ്പിൽ നിന്ന് വീണ് തലപൊട്ടി ഹോസ്പിറ്റലാണ്. അയ്യോ, ഞാൻ അറിഞ്ഞില്ലടാ. ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ആ, ഞാനും 1-2 തവണ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഏത് ഹോസ്പിറ്റലാണെന്ന് പോലും അറിയില്ല. ഒരു കാര്യം ചെയ്യ്, നീ അവൻ്റെ അച്ഛൻ്റെ ഫോണിലോട്ട് വിളി. ആ, അത് സ്വിച്ച് ഓഫ് തന്നെ. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ രാവിലെ അവൻ്റെ വീട് വരുന്ന പോയി നോക്കാം. ഞാൻ പോട്ടെ? ശരിയടാ. ഹലോ. സോറി അളിയാ, ഈ സമയത്ത് വിളിച്ചതിന്. അനിയത്തിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. ആ, പ്രവീൺ പറഞ്ഞായിരുന്നടാ. ആ, പ്രവീൺ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് അവൾക്ക്? അത് പറയാനാ വിളിച്ചത്. അവൾക്ക് അല്പം സീരിയസ് ആണ്ടാ. ഞങ്ങളിപ്പോൾ GR ഹോസ്പിറ്റലിലാണ്.
സർജറി വേണമെന്നാ പറയുന്നേ. ഉടനെ AB നെഗറ്റീവ് ബ്ലഡ് വേണോടാ. ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു, കിട്ടിയില്ല. അപ്പോഴാ നിന്നെ ഓർത്തേ. നീ ടെൻഷൻ അടിക്കണ്ടടാ, ഞാൻ അരമണിക്കൂറിനകത്ത് എത്താം. ഓക്കെ, വേഗം പറഞ്ഞേടാ. ഓക്കെ. ഡാ, എന്താണ് വിളിച്ചേ? നീ ഇത് എവിടെ പോയി നിൽക്കുവാണ്? 1-2 മാസം ബെഡ് റെസ്റ്റ് എടുക്കണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? നീ എവിടെ കാണിച്ചെന്നിരിക്കും? എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. നിനക്കെന്താ പറ്റിയേ? ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് വെറുതെ. ഞാൻ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. അവൾ എന്നെ ഒന്ന് വന്ന് നോക്കിയോ? കോൾ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഇപ്പോഴാണെങ്കിൽ സ്വിച്ച് ഓഫ്. അവളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയണം. നീ ഒന്ന് സമാധാനപ്പെട്. ഒന്നാമതെ ബെഡ് റെസ്റ്റ് എടുക്കാനാണ് നിന്നോട് പറഞ്ഞിട്ടുള്ളത്. തൽക്കാലം നീ അവിടെ ചെന്നിരിക്കുക. അതൊന്നും കുഴപ്പമില്ലടാ. എനിക്കിതിൻ്റെ തീരുമാനം അറിയണം. ഞാൻ അവളെ കാണാൻ പോവാം. ഡാ, ഞാനും വരുന്നു. എന്താടാ പറയാനുള്ളത്? വേഗം പറ. എനിക്ക് പോകണം. അവൾ വരാൻ സമയമായി. നീ ഇന്നിനി പോണ്ടടാ. അതെന്താടാ ഞാൻ പോയാൽ? 4-5 ദിവസമായിട്ട് ഞാൻ അവളെ വിളിച്ചോണ്ടിരിക്കുക. ഒരു റിപ്ലൈയും ഇല്ല. രണ്ടിലൊന്ന് എനിക്കിന്ന് അറിയണം. നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട. ആ താക്കോലിങ്ങതാ. അവളുടെ മാരേജ് കഴിഞ്ഞു. നിനക്ക് ആക്സിഡൻറ്റ് പറ്റി കിടന്നപ്പോഴായിരുന്നു. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷേ ഒരു റിസ്ക് എടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നിരിക്കും. അതായിരിക്കും. നീ എന്തായാലും അവളെ മറന്നേ പറ്റൂ. ക്ലെമന്റെ
ഇതുവരെ എണീറ്റില്ലേടാ? 10 മണിയായി. എഴുന്നേക്ക്, ചായ എടുത്തു കുടി. അവരുടെ ഒരു ഉറക്കം. എന്താ കാണുമെന്ന് പറഞ്ഞേ? എടാ, എനിക്കെന്തോ പ്രോബ്ലം ഉണ്ട്. ഈ കൈ എൻ്റെ കൺട്രോളിലല്ല. കൺട്രോളിലല്ലേ? ഓടാ, ചുമ്മാ തമാശ പറയാതെ. എന്തോടെ കാണിക്കുന്നത്? നിനക്കെന്താ വട്ടായോ? എടാ, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. എനിക്കെന്തോ കുഴപ്പമുണ്ട്. എവിടെ? ഞാൻ നോക്കട്ടെ. എന്തോ കാണിക്കുന്നത്? കൈ വേദനിക്കുന്നു, വിട്. കൈ വേദനിക്കുന്നു. എടാ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല. നീ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യ്. ഇത് നീ വീട്ടിൽ പറഞ്ഞോ? ഇല്ലടാ, ഞാൻ പറഞ്ഞില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. എനിക്ക് തോന്നുന്നത് നീ ഇങ്ങനെ അനാവശ്യമായിട്ട് ഓവർ ടെൻഷൻ അടിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം എന്നാണ്. ഡോക്ടറിൻ്റെ അടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. വെറുതെ. ഡോക്ടർ നിന്റെ ഫ്രണ്ട് അല്ലേ? ആ, 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാ. അന്നേ അവനൊരു പിരി ലൂസാണ്. പോയി നോക്കാം, എന്തേലും അറിയാമോ എന്തോ. എടാ, എനിക്കെന്തോ പേടിയാവുന്നു. നീ എന്തിനാ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത്? നീ അനാവശ്യമായിട്ട് പേടിക്കാതെ ആ കൈയൊക്കെ നേരെ പിടിച്ചിരിക്കുക. ഇതൊക്കെ നിന്റെ വെറും തോന്നലാ. എന്തുവാടാ ഇത്? ശരിയാണ്, നിനക്കെന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. പ്രശ്നമാണ്. എടാ, പേഷ്യൻസിനെയൊക്കെ വിളിച്ച് വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. കാര്യം നമ്മൾ ഫ്രണ്ട്സൊക്കെയാണ്. പക്ഷെ പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ വെച്ച് മാത്രമേ കൺസൾട്ട് ചെയ്യാൻ പറ്റൂ. എടാ, എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. അവനങ്ങനെ ഭ്രാന്തായിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവൻ്റെ ഒരു കൈ അവൻ്റെ കൺട്രോളിലല്ലെന്നാണ് പറയുന്നത്. എന്താ പ്രോബ്ലം എന്ന് നീ ഒന്ന് നോക്കിയിട്ട് പറയും. എനിക്ക് തോന്നുന്നത് 2-3 മാസം മുമ്പ് അവനൊരു ആക്സിഡൻറ്റ് പറ്റി. അതിനുശേഷം അവൻ സ്നേഹിച്ച പെണ്ണ് അവനെ തേച്ചിട്ടും പോയി. അതിൻ്റെ ഷോക്കിൽ എന്തെങ്കിലും പറ്റിയതായിരിക്കണം. എന്തായാലും നീ നിൻ്റെ ഫ്രണ്ടിനെ വിളി, ഞാൻ നോക്കട്ടു. ക്ലെവൻ്റെ, ഞാൻ പുള്ളിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നിന്നെ കണ്ടാലേ എന്തെങ്കിലും പറയാൻ പറ്റുന്ന പുള്ളി പറയുന്നത്. നീ വാ. ആക്ച്വലി എന്താണ് പ്രോബ്ലം? ഡോക്ടർ, യെസ്. എനിക്ക് എൻ്റെ ഇടത്തെ കൈ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, 2 കൈകളും ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചേ. വെക്കൂ. ഓക്കെ, ആ കൈ കൂടെ. Come on, try. Relax. അയ്യോ, ദാ കണ്ടേ, ലേശം വെള്ളം കുടിച്ചോ.
കുടിക്ക് കുടിക്ക്. വാ വാ വാ. അയ്യോ പ്രവീണേ, ഞാൻ ആദ്യം കരുതിയത് ഇതൊരു സിമ്പിൾ കേസാണെന്നാണ്. ബട്ട് ഇറ്റ് വെരി ഡേഞ്ചറസ്. ഇതെന്താ ഒരു കൈ മാത്രം ഇങ്ങനെ? അതങ്ങനെ, ഇതൊരു തരം ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. അതായത് ആക്സിഡൻറ്റ് കഴിഞ്ഞ് 2-3 മാസം കോമ സ്റ്റേജിലായിരുന്നില്ലേ, അപ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായി റിക്കവർ ആകുന്നതിന് മുമ്പ് ഉണ്ടായൊരു മെൻ്റൽ ഷോക്ക്. അതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. അതായത് ഒരാളുടെ വലം കൈ അല്ലെങ്കിൽ ഇടം കൈ അയാളുടെ തലച്ചോറിൻ്റെ നിയന്ത്രണത്തിലല്ലാതാവുന്ന അവസ്ഥയാണ് ഏലിയൻ ഹാൻഡ് സിൻഡ്രോം എന്നാണ് ഇതിൻ്റെ പേര്. അവരുടെ പേരെന്താ പറഞ്ഞത്? ക്ലെമൻറ്റ്. ക്ലെമൻറ്റ്. ഇപ്പോൾ ക്ലെമൻറ്റ് ചെയ്ത പോലെ കഴുത്ത് പിടിച്ച് തിരിക്കുക. അതായത് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. ദീസ് ആർ ദ മെയിൻ സിംറ്റംസ് ഓഫ് ഏലിയൻ ഹാൻഡ് സിൻഡ്രോം. പലരെയും ഇത് വലിയൊരു അപകടകരമായ അവസ്ഥയിൽ എത്തിക്കാറുണ്ട്. ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. ഓ, ഇതിന് വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ലേ? ഇതിന് പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ഇല്ല. പിന്നെ 1-2 വർഷം കൊണ്ട് കൈ സ്വയം കൺട്രോളിലാക്കിയവരുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, നിനക്കൊരു കോൺടാക്ട് നമ്പർ തരാം. ഡോക്ടർ വിദ്യാധരൻ, നീ വിളിക്ക്. ഓക്കെ, പുള്ളി ഹെൽപ്പ് ചെയ്യും. എടാ, നീ ടെൻഷൻ അടിക്കാതെ, എല്ലാം ശരിയാവും. ഇല്ലടാ, എനിക്ക് ഈ അസുഖത്തിനെ പറ്റി നേരത്തെ അറിയാം. ഇത് ഡേഞ്ചറാണ്. എൻ്റെ ലൈഫ് ഞാൻ വീട്ടിലെന്ത് പറയും? എടാ, നീ ഇങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ചാണ് കാര്യങ്ങൾ ഇതുവരെ കൊണ്ടെത്തിച്ചത്. അവൻ ന്യൂറോളജിസ്റ്റിന് നമ്പർ അയച്ചു തരുമല്ലോ. നമുക്ക് 2 ദിവസത്തിനുള്ള അവിടെ പോവാം. നീ ഒന്ന് സമാധാനപ്പെട്. നീ ഇത് കുടിക്കുക, ഞാൻ ബില്ല് പേ ചെയ്തിട്ട് വരാം. എക്സ്ക്യൂസ് മീ, ഇതെൻ്റെ ബാഗാണ്. ഓ സോറി. സോറി സോറി. എന്താടാ, എന്താ പ്രശ്നം? ആ വർക്കിയോ? വാ ഇരിക്ക്. നമ്മളെ മോനക്കണ്ണാണ് ഞാൻ വന്നത്. ആക്സിഡൻ്റ് കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ വരാൻ പറ്റിയില്ല. എങ്ങനെയുണ്ട് ഇപ്പോൾ? അവന് കുഴപ്പമൊന്നുമില്ല. അവൻ പുറത്തേക്ക് വരികയാണ് ഒരു ഫ്രണ്ടിൻ്റെ കൂടെ. പക്ഷേ ആ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ആള് ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നൂല. അമ്മ ഇടിയല്ലേ ഇടിച്ചത്. ഒരു രക്ഷയില്ല. ഞാൻ വന്നതേ ഒരു കാര്യം പറയാനാ. എൻ്റെ മോളുടെ കല്യാണക്കാര്യം. തെറ്റിദ്ധരിക്കണ്ട, ഇവിടുത്തെ ചെക്കനായിട്ടല്ല. ചെക്കനങ്ങ് ദുബായില്ല, നല്ല ശമ്പള. എനിക്കെന്തായാലും നിങ്ങളുടെ അടുത്ത് നന്ദി മാത്രമേ പറയാളൂ കേട്ടോ. ഇവിടുത്തെ ചെക്കനായിട്ട് പെണ്ണാലച്ചിരുന്നെങ്കിൽ എൻ്റെ മോളുടെ ബാബ എന്താവുമായിരുന്നു. ഒരു കണക്കിന് നന്നായി. അല്ല, നമ്മളെ ചെക്കന് പെണ്ണാലച്ചിരുന്ന വീട്ടുകാരുണ്ടല്ലോ, അവരിപ്പോൾ എന്ത് പറയുന്നു? അതൊക്കെ ഇപ്പൊ വർക്ക് എന്തിനാ അറിയുന്നേ? യോ, അവരെന്താ ചോദിച്ചതേ ഉള്ളൂ. ഈ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചാലേ ബന്ധു കഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കപ്പിയാടെ മോൻ ചെറിയൊരു ആക്സിഡന്റ്, തലയ്ക്കൊരടി, പോയില്ലേ എല്ലാം. ഇപ്പോൾ ബോധവും ഇല്ല, പൊക്കണവും ഇല്ല. കർത്താവിൻ്റെ കൃപ കൊണ്ട് നമ്മളെ മോനൊന്നും സംഭവിച്ചില്ലേ.
വല്ലാത്ത ദാഹം. കുറച്ച് വെള്ളം കിട്ടുമോ കുടിക്കാൻ? എന്നമ്മേ കുടിക്കാൻ വർക്കിക്ക് ഇത്തിരി വെള്ളം എടുക്ക്. ആ എന്തായാലും വന്ന സ്ഥിതിക്ക് പയ്യനെ കൂടി കണ്ടിട്ട് പോവാ. ആ നമ്മുടെ ചെക്കൻ വന്നല്ലേ? വാ വാ വാ. മോനെ കാണാൻ ഞങ്ങളിങ്ങോട്ട് വന്നത്. എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ? ആക്സിഡന്റ് ആയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ വരാൻ പറ്റിയില്ല. നീ എന്താണ് അങ്കിളിനോട് മിണ്ടാത്തെ? എനിക്കൊന്നും പറയാനില്ല. എന്നാലേ എനിക്ക് പറയാനുണ്ട്. എൻ്റെ മോളുടെ കല്യാണോ? വേറെ ആര് വന്നില്ലേലും നീ വരണം കേട്ടോടാ. എൻ്റെ പ്രേമൊക്കെ പൊളഞ്ഞല്ലേ? അങ്ങളുടെ ഒരു സമ്മാന. വീട്ടിൽ വന്നിട്ട് മാറി മാറ്റി പെരുമാറണം. മോനെ നേരെ ചെന്ന് വളർത്തിക്കണം, അല്ലെങ്കിൽ നാട്ടുകാരി ആയിരിക്കും കേട്ടോ. എടാ മോനെ, നീ എന്താ കാണിച്ചേ? വല്ല കാര്യം ഉണ്ടായിരുന്നു അയാളെ തല്ലിയിട്ട്? എന്താടാ നിനക്ക് പറ്റിയേ? നീ എന്നിട്ട് അയാൾ അടിക്കാൻ പോയത്? അയാളൊരു അലവലാതിയും കൂടിയാ. അയാളിന് നാട് മുഴുവനും പാടി നടക്കും. നീ ഞങ്ങളെ നാണം കെടുത്തി അടങ്ങുള്ളൂ. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല അച്ഛാ. ഓ, നീ ഇപ്പൊ കള്ളം പറയാൻ തുടങ്ങിയോ? അല്ലാതെ പിന്നെ നിനക്കിഷ്ടമില്ലാത്ത എന്തോ അയാൾ ചെയ്തു, നീ അയാളെ തല്ലി. ഇതൊക്കെ ഞങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ? ഞാൻ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഞാൻ അറിഞ്ഞോണ്ട് ചെയ്യുന്നതല്ല. ഇവന് എന്താ പറയണത്? അങ്കിൾ ഒരു മിനിറ്റ്. ഞാനും ഇതവൻ തമാശ പറയുന്നതാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ പെട്ടെന്നുണ്ടായ മെൻ്റൽ ഷോക്ക് കാരണമാണ് അവനിങ്ങനെ പറ്റിയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവൻ എന്ത് വിചാരിക്കുന്നോ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ആ കൈ പ്രവർത്തിക്കുന്നത്. ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥ. വേറൊരു ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലേ കൂടുതൽ അറിയാൻ പറ്റൂ. അവനൊരുപാട് വിഷമമായെന്ന് തോന്നുന്നു. ആ, നീ കുറച്ച് വെള്ളം എടുക്ക. അവളെ തൽക്കാലം ഒന്നും അറിയിക്കണ്ട. അവൾക്ക് താങ്ങാൻ കഴിയില്ല. മക്കളെ എന്തോന്നടാ? ഹലോ. ആ എടാ, ഞാൻ ആ ക്ലമൻറ്റിൻ്റെ കാര്യം പറയാൻ വിളിച്ചതാ. ഏത്? ആ ഏലിയൻ ഹാൻഡ് സിൻഡ്രോം കേസല്ലേ? ആ, പുള്ളി ഇപ്പം അടുത്തുണ്ടാ? ഇല്ല, ഞാനിപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് വരുവാണ്. അവൻ്റെ അവസ്ഥ കണ്ടിട്ട് കഷ്ടം തോന്നുന്നുണ്ട്. അതാ ഇപ്പം നിന്നെ വിളിച്ചത്. എനിക്ക് തോന്നി ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസാണ്. ഞാനൊക്കെ ഇപ്പം മെഡിക്കൽ ഫീൽഡോട് കാലെടുത്ത് വെച്ചല്ലേ ഉള്ളൂ. എനിക്ക് തോന്നണത് പുള്ളിയുടെ കേസ് വിദ്യാധരൻ സാർ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആളൊരു പുലിയാണ്. ചിലപ്പോൾ ഈ അവസ്ഥയൊക്കെ മാറ്റി കയ്യിൽ തരും. എന്നാലും വളരെ റെയറസ്റ്റ് കേസ് ആയതുകൊണ്ട് വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഓ, നീ ആ ഡോക്ടറിൻ്റെ നമ്പർ അയച്ചില്ലല്ലോ? എടാ, നിങ്ങൾ പോയടനെ ഞാൻ പുള്ളിയെ വിളിച്ചായിരുന്നു, പക്ഷേ കിട്ടിയില്ല. പിന്നീടാണ് അറിഞ്ഞത് ആൾ USA-ലാണ്. ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇനിയിപ്പോൾ 2-3 ആഴ്ച കഴിയും വരാൻ. അപ്പം ഇനി എന്ത് ചെയ്യും? നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 ആഴ്ചയുടെ കാര്യമല്ലേ ഉള്ളൂ. കുറച്ച് ദിവസത്തേക്ക് അവനെ പുറത്തോട്ടൊന്നും ഇറക്കണ്ട. നമ്മുടെ സൊസൈറ്റി അല്ലേ, അവൻ ഈ കാണിക്കുന്നതൊക്കെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അവനെ പ്രാന്തനായി കളയും. പിന്നെ അവൻ്റെ ലൈഫ് തീരും. ആ ഓക്കേടാ, ഞാൻ നോക്കിക്കോളാം. അവൻ്റെ അച്ഛനോടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡാ, പിന്നെ അവൻ ഓവർ ഇമോഷണൽ ആവാൻ നോക്കിക്കോളാം. അത്തരം കണ്ടീഷനിലാണ് അവൻ കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആവുന്നത്. ആ, എടാ, എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്.
ഞാൻ നിന്നെ തിരിച്ച് വിളിച്ചോളാം. ഓക്കെ? ഓക്കേടാ, ശരി. മക്കളെ, മോനെ, ഹലോ അളിയാ. ആ പറയടാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ കുറവുണ്ട്. ഞാനിപ്പോ ലൈബ്രറി പോയിട്ട് വന്നേ ഉള്ളൂ. ആ ഇവിടെ നല്ല മഴയാ. ആ നീ ഇപ്പൊ വീട്ടിൽ തന്നെയാണോ? നീ ഇന്ന് ക്ലാസ്സിന് പോയില്ലേ? ഇല്ലടാ, പ്രവീണിനെ വിളിച്ച് കിട്ടുന്നില്ല. നിന്റെ അടുത്തുണ്ടോ? ഇല്ലടാ. പ്രവീൺ വരികയാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാൻ പറ. ഹലോ ഹലോ. ഒരു മാറ്റവുമില്ല, എല്ലാം പഴയ പോലെ തന്നെ. അതൊക്കെ നമ്മുടെ ദുബായ്. നീ അങ്ങോട്ട് വാ, ചിലവ് കുറച്ച് കൂടുതലാ, പക്ഷെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പറ്റും. ആരോട് പറയാൻ, നിനക്ക് പിന്നെ ക്യാമറയും തൂക്കി നടക്കാനല്ലേ ഇഷ്ടം. എന്നാലും നിന്റെ കല്യാണമായെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തന്നല്ലേ? എനിക്കും തോന്നി. പിന്നെ ലൈഫൊക്കെ ആകുമ്പോൾ ഇതൊക്കെ വേണ്ട കളിയാ. നീ ഇപ്പോഴും അവള് പോയ വിഷമത്തിൽ തന്നെയല്ലേ? പോയത് പോട്ടേന്ന് വെക്കണം. നാട്ടിൽ വേറെ എത്രയും നല്ല പെമ്പിള്ളേരുണ്ട്. അതൊന്നും അല്ലടാ. നമ്മക്ക് അറിഞ്ഞൂടെ നിന്നെ? നീ അല്ലെങ്കിലും പണ്ടേ സെൻറ്റി അല്ലേ. ആ അതൊക്കെ പോട്ടെ. ഞാനിവിടെ ഒരു പ്ലോട്ട് വാങ്ങിച്ച് വീട് വയ്ക്കുന്നുണ്ട്. വാ നമുക്ക് അങ്ങോട്ട് പോവാം. വീട് നോക്കി വിലയിരുത്താൻ നീയല്ലേ ബെസ്റ്റ്. ഞാൻ വരുന്നില്ലടാ. നിനക്ക് വരാൻ പറ്റൂലെങ്കിൽ ഞാനിനി ഇങ്ങോട്ട് വരാനില്ല, നിൻ്റെ അടുത്ത് മിണ്ടയില്ല.
കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, ഞാനങ്ങ് പോയേക്കാം. എടാ അതൊന്നുമില്ലടാ, ഞാൻ നിന്റെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് വരാം, അതല്ലേ നല്ലത്. ആ ശരി, ഏതായാലും ഈ മാസം എൻ്റെ കല്യാണമല്ലേ, കുറച്ച് തുണി എടുക്കണം. നീ വാ, നിനക്കൊരു ഷർട്ട് എടുക്കാം. വാ, ഇനി ഇതിലൊഴിവ് പറയരുത്. വാ വാ. നിന്റെ കൈക്ക് ഇത് എന്തോന്ന് പറ്റിയത്? എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ട് നിൽക്കുകയാണ്. അതൊന്നുമില്ലടാ, അന്നത്തെ ആക്സിഡൻറ്റ് പറ്റിയതാ, ചെറിയ വേദനയുണ്ട്. സില്ലി മാറ്റർ. നമ്മളെ നാരായണാശിൻ്റെ കടയിൽ പോയാൽ മതി, എപ്പോൾ മാറിയെന്ന് ചോദിച്ചാൽ മതി. 200 രൂപ കുറവാണല്ലോടാ. കാശെടുക്കടാ. വാടക അത് വർക്ക് കറക്റ്റായിട്ട് കിട്ടണം കേട്ടറാ. മോനെ ഉടുപ്പെടുക്കുന്നതാ. അതിൽ ഞാൻ ഒരു പാൻറ്റും ചെറുതേ. ചെല്ല്. ഇവിടെ ചിലര് രാജകുമാരിമാരെ പ്രണയിച്ച് നടന്നതാ. എന്തൊരഹങ്കാരമായിരുന്നു. എന്നിട്ട് എന്തായി? ഒരാക്സിഡന്റ് പറ്റിയപ്പോ തീർന്നില്ലേ? തീർത്ത് കളഞ്ഞില്ല ഈ വർക്കി. എന്നോട് കളിച്ച ഒരുത്തിനെ ഞാൻ ജീവനോട് വച്ചേക്കില്ല. ഒന്ന് കളയും ഞാൻ എല്ലാത്തിനെയും. ഭ്രാന്തുണ്ടെന്ന് ചില ഭ്രാന്തശി ചെന്ന് കിടക്കണം. നാട്ടുകാർക്ക് പണി ഉണ്ടാക്കരുത്. വിളിച്ചോണ്ട് പോടാ. അവൻ വിളിച്ചപ്പോ നീ പോകരുതായിരുന്നു. ഇതിപ്പോ ആ വർക്കി നാട് മുഴുവൻ പറഞ്ഞു പരത്തിയിട്ടുണ്ട് ഇവൻ തലയ്ക്ക് സുഖമില്ലെന്ന്. അത് ശ്രീജിത്ത് നിർബന്ധിച്ചതുകൊണ്ടല്ലേ? ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യം? അതിൻ്റെ കൂടെ ഏതോ ഒരുത്തൻ വീഡിയോ എടുത്ത് വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം വർക്കിയുടെ പണിയാണ്. ഓഹോ, കൊള്ളാം. നാട്ടുകാർക്ക് പണി ഉണ്ടാക്കരുത്. വിളിച്ചോണ്ട് പോടാ. മോന്റെ വിശേഷങ്ങൾ അറിഞ്ഞോ? മോന്റെ പ്രാന്തേ വീട്ടിനകത്ത് മതി, നാട്ടുകാരുടെ വേണ്ട. എന്റെ കടയിൽ കയറിയാൻ പ്രശ്നം ഉണ്ടാക്കി. ഇപ്പൊ അത് നാട് മൊത്തം പാട്ടാ. ഇപ്പൊ എന്റെ നാട്ടുകാരെ മെക്കെട്ട് കയറി. നാളെ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങളെ കഴുത്ത് നിറച്ച് കൊല്ലുന്ന എന്താണ് ഉറപ്പ്? തന്റെ മോനെ കൊണ്ട് പ്രാന്തസ്ഥനോട് കൂട്ടോ. ഇനി നാട്ടുകാരുടെ ഇറക്കി വിട്ടാ തന്റെ മോനെ ജീവനോടെ വച്ചേക്കൂല കേട്ടോ. നിർത്തോ. താൻ കുറെ ദിവസമായി ഇവിടെ കയറി ഇറങ്ങി ചൊറിയുന്നുണ്ടല്ലോ. തന്റെ മകളെ ക്ലെമന്റിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞതിന്റെ വാശി അവന്റെ ജീവിതം തുളച്ചിട്ടല്ല നടത്തേണ്ടത്. താനിനി ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഈ നടക്കകത്ത് വന്നാൽ വർക്കിയെ ഈ മാത്തിന്റെ യഥാർത്ഥ സ്വഭാവം നീ അറിയും. സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ ഇറങ്ങി പോടാ പുറത്ത്. ഒന്ന് പോടോ. ഒരു വട്ടം മോനും തന്തായി. നിങ്ങൾ എന്തിനാ അയാളുടെ അടുത്ത് ഇങ്ങനെ പറയാൻ പോയെ? പിന്നെ എത്രയെന്ന് പറഞ്ഞ് സഹിക്കും? സ്വന്തം മോനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇതിന്റെ ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന ഞാനല്ലേ? അവനോട് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ കേൾക്കൂ? ഇല്ല. ഈ അസുഖം വെച്ചോണ്ട് നാട് തണ്ടാൻ ഇറങ്ങിയിട്ടല്ലേ? നാട്ടിൽ മൊത്തം ഇപ്പൊ ഒരു വിളിപ്പേരായി. എന്താ? ഫ്രാന്തൻ ക്ലെമന്റിന്റെ അച്ഛൻ. പള്ളിയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാക്കി അവൻ. ആളുകൾ 100 ചോദ്യമാണ് ചോദിക്കുന്നത്. ഉത്തരം പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. അല്ലെങ്കിൽ വർക്കി പറഞ്ഞാൽ എന്താ തെറ്റ്? എത്ര പ്രാവശ്യം അവൻ നമ്മളെ ഉപദ്രവിച്ചു. ഇനി കൊല്ലില്ലാന്ന് എങ്ങനെ അറിയാം? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അവൻ കേൾക്കും. ഇത്രയും കാലം ബഹുമാനത്തോടെ നോക്കിയ എല്ലാവരും ഇപ്പോൾ പരിഹാസത്തോടെയും പുച്ഛത്തോടെയാണ് നോക്കുന്നത്. എല്ലാം ഇവൻ കാരണം.
ഹലോ, എന്താ പരിപാടി? ചാടി ചാവാനുള്ള പരിപാടിയാണോ? നിങ്ങളെ ഞാൻ എവിടെയോ നിങ്ങളെ കള്ളല്ലേ? ഞാൻ കള്ളൊന്നുമല്ല. നിങ്ങളന്ന് എന്ത് പണിയാ കാണിച്ചത്? എന്നെ കൂടെ കുഴപ്പത്തിലാക്കുമായിരുന്നല്ലോ. അല്ല, ലൊക്കേഷൻ നോക്കി വന്നായിരിക്കും. എനിക്കറിയാം, എനിക്കറിയാം. ക്യാമറ എവിടെ പോയി? കണ്ടില്ലല്ലോ. ഞാൻ ലൊക്കേഷൻ ഒന്ന് നോക്കി വന്നേല്ലേ ഏട്ടാ. പിന്നെ എന്താ? അറിയത് വല്ലാത്ത സ്ഥലമാണ്. അങ്ങോട്ട് പോയാൽ പൊടി പോലും കിട്ടത്തില്ല. വാ അനി, വാ വാ അനിയാ, വാ. ക്ലമൻ്റെ ഒരു കള്ളൻ്റെ ഉപദേശമാണെന്ന് വിചാരിക്കരുത്. അല്ല, നീ അങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനൊരു കള്ളനാണ്. പക്ഷേ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ തോറ്റോടാൻ കഴിയാത്ത ഒരു കള്ളൻ. കള്ളന്മാരൊക്കെ ഒരു പരിധിവരെ അങ്ങനെ. അന്നന്നത്തെ അന്നത്തിന് വേണ്ടി മോഷ്ടിക്കാനിറങ്ങുന്ന പാവങ്ങൾ, അവരൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ജീവൻ കൊടുക്കുന്നില്ല? നിന്റെ വിഷമങ്ങളൊക്കെ എന്നോട് പറയണേ. നിനക്ക് അങ്ങനെയെങ്കിലും ഈ വിഷമം, സങ്കടം മാറി കിട്ടുമല്ലോ. ജീവിതം അവസാനിപ്പിക്കാനും തോറ്റോടാനും എളുപ്പമാണ്. പക്ഷേ ജീവിച്ച് മുന്നേറി വിജയിക്കുന്നിടത്താണ് ഒരു മനുഷ്യൻ മനുഷ്യനാവുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, പണ്ടെങ്ങാണ്ടൊരു ബുക്ക് വായിച്ചപ്പോൾ കിട്ടിയതാ. നീ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ. നിനക്കൊരു അസുഖമുണ്ട്, അത്രയേ ഉള്ളൂ. എത്രയോ പേര് ക്യാൻസറിനെ വരെ പൊരുത്തി തോൽപ്പിക്കുന്നു. ഇതൊക്കെ നിന്റെ മനസ്സിന്റെ പ്രോബ്ലമാണ്. എല്ലാം ശരിയാവും. തൽക്കാലം നീ എന്നോടൊപ്പം താമസിക്കുന്നു എന്ന് പറയുന്നു. നീ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ കൊണ്ടുപോകും. ഗോപിച്ചേട്ടാ, സോളമൻ നീയായിരുന്നു. ആ താക്കോലൊക്കെ തരാം. നീ അത് കഴിഞ്ഞ ദിവസത്തെ പാഠമുണ്ടോ? എൻ്റെ പൊന്ന് ഗോപിച്ചേട്ടാ, ഞാൻ തരാം. സോളമല്ലേ പറഞ്ഞത്, തരും. മോളെ ജ്യോതി, നീ ആ താക്കോലിഞ്ഞെടുത്തേ. ദേ സോളമൻ വന്നിരിക്കുന്നു. ഇതാരാ? മനസ്സിലായില്ല. ഇത് ക്ലെമന്റ്, എൻ്റെ അനിയനാ. കുറച്ച് ദിവസം എൻ്റെ കൂടെ കാണും. ഇതാരാ? ഇത് സോളമൻ്റെ അനിയൻ. അവൻ്റെ പേരെന്താ പറഞ്ഞേ? ക്ലെമന്റ്. ഇയാളെ ഒന്നും ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. എന്താ മോളിങ്ങനെ വീട്ടിൽ വരുന്നോട് ഇങ്ങനെ സംസാരിക്കുന്നേ? ഇയാളോടൊക്കെ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. ഞാൻ അച്ഛനോട് പറഞ്ഞില്ല ഒരാൾ ബാഗ് വലിച്ചെറിഞ്ഞ കാര്യം, അത് ഇയാളായിരുന്നു. എന്താ സോളമ്മ, ഇങ്ങനെയുള്ള ബന്ധുക്കളെയൊക്കെ വിളിച്ച് വീട്ടിൽ താമസിപ്പിച്ചാൽ വീട് കുട്ടിച്ചോറായി പോവില്ലേ? സോറി, ഞാനന്ന് മനഃപൂർവ്വം ചെയ്തതല്ല. എനിക്കൊരു അസുഖമുണ്ട്. എൻ്റെ ഇടത് കൈ എൻ്റെ കൺട്രോളിലല്ല, അങ്ങനെ സംഭവിച്ചതാ. സോറി. അതെ ചേട്ടാ, ഈ രോഗം കാരണം നാടും വീടും വിട്ടിറങ്ങിയ ചെറുക്കന. ആ മലയുടെ മുകളിൽ നിന്ന് ചാടി ചാവാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പിടിച്ചോണ്ട് വന്നതാ. പാവം ചെറുക്കന. സോറി, എനിക്കറിയില്ലായിരുന്നു. സാരമില്ല, കുട്ടിയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെ പറയും. ആ അത് പോട്ടെ. മോളെ താക്കോൽ ഇതാ. ഇതാ പോയിട്ട് വാ. വാ വാ, എൻ്റെ വീട് തന്നെ. വാ വാ. ഇതാണ് നമ്മുടെ സാമ്രാജ്യം. അതാണ് നമ്മുടെ റൂം. തരുമോ? വാടാ. ആടാ കണ്ട, വാതിൽ കണ്ട, തുറന്നപ്പോൾ കണ്ട മുറികൾ, കട്ടിലുകൾ, ഫാനുകൾ, ലൈറ്റ് കത്തി, എല്ലാം നിനക്ക് കാണാൻ പറ്റും. വരൂ, കയറുവാ കയറുവാ. ആർത്തി ഇവിടെ ഇവിടെ ബാത്റൂം ഇവിടെ ഇവിടെ ഇവിടെ. ഞാൻ പുറത്തു വന്നു. വരും വരും. എൻ്റെ മുറിയാണത്. ഇതാണ് എൻ്റെ മുറി. കിടക്കുന്ന മുറി. അവിടെ ഇരിക്കുക.
അയ്യോ കൊള്ളാല്ലേ? ആ ഇഷ്ടപ്പെട്ടാ? ആ കേട്ടോ. ഞാനേ ഒരു കട്ടയിട്ടോണ്ട് വരാം. ആ കട്ടയിട്ടുണ്ട് ഇരിക്കേ. ചേട്ടാ സോറി, ഞാൻ അറിയാതെ ചെയ്ത്. കുഴപ്പമില്ല. താഴെ കിടക്കണ അല്ല സോളമേട്ട ഇവിടെ ഇല്ല. അതിന് സോളമൻ ചേട്ടനെ കാണാൻ വന്നതാണ് ഞാൻ തന്നോട് പറഞ്ഞോ? അതെന്താ? ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ. ഇത് കുറച്ച് പാൽപ്പായസ, ഇന്നെൻ്റെ ബർത്ത്ഡേയാ. ആ സോളമൻ ചേട്ടൻ വരുമ്പോൾ ഞാൻ പറയാം. ഒരു ബർത്ത്ഡേ വിഷയം പോലും അറിയില്ല. പിന്നെ എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ആ ശരി, നടക്കട്ടെ നടക്കട്ടെ. ജ്യോതി, ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാതെ പുറത്തൊക്കെ ഇറങ്ങിക്കൂടെ? എന്നിട്ട് വേണം അന്ന് ജ്യോതിയുടെ ബാഗ് എടുത്തെറിഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ. അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണോ? അതൊന്നും മനഃപൂർവ്വം അല്ലല്ലോ. ഇങ്ങനെ അസുഖത്തിന്റെ പേരിൽ എത്ര നാൾ ഒളിച്ചിരിക്കും? എന്തെങ്കിലും ഓൺലൈൻ ജോബിന് ട്രൈ ചെയ്തൂടെ? അതാവുമ്പോൾ ആളുകളുടെ ഇടയിൽ പോകണ്ടല്ലോ. എന്നാലും ഞാൻ ഈ കൈ വെച്ചെങ്ങനെ? എത്രയോ പേരുണ്ട്, 2 കൈയില്ലാത്തവര്, കാലില്ലാത്തവര്, കാഴ്ചയില്ലാത്തവര്. അവരുടെ കുറവുകളെ വിഷമിച്ചിരിക്കാതെ അവർക്ക് പറ്റുന്ന പോലെ അവർ ജോലി ചെയ്യുന്നില്ലേ? അവരും ജീവിക്കുന്നില്ലേ? ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടാൻ ശ്രമിച്ചാൽ എത്ര നാളിങ്ങനെ ഓടേണ്ടി വരും? എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ലവ് മാരേജ് ആയിരുന്നു കേട്ടോ. 2 പേര്, 2 കാസ്റ്റ്, 2 റിലീജിയനും. ആരും കല്യാണത്തിന് സമ്മതിച്ചില്ല. 2 പേരെയും കുടുംബത്തിൽ നിന്ന് പുറത്താക്കി. ഒരൊറ്റ കാശ് പോലും ഇല്ലാതെ അച്ഛനും അമ്മയും കൊണ്ട് പടിയിറങ്ങി. ഇവിടെ വന്ന് തള്ളിപ്പറഞ്ഞവരെ മുന്നിൽ തല ഉയർത്തി ജീവിച്ചു. അമ്മ മരിക്കുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞത് അച്ഛനെ പോലെ ധൈര്യമുള്ള ഒരാളായി ജീവിക്കണമെന്നാണ്. ജീവിതം അങ്ങനെയാണ്, ചിലപ്പോൾ സന്തോഷിപ്പിക്കും, ചിലപ്പോൾ ദുഃഖിപ്പിക്കും. രണ്ടായാലും നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റൂ. അപ്പൊ ശരി, ഞാൻ പോയിട്ട് വരാം. ജ്യോതി, താങ്ക്സ്. Clement. ലാപ്ടോപ്പ്. മൊബൈൽ. സത്യം പറ, നിങ്ങൾ ഇത് എവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതല്ലേ? അപ്പം നിന്നാ മതി, കുഴിയണ്ണണ്ട. പിടി. ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ടു. ആ
നീ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാർക്കായോ? അല്ല, ഇങ്ങോട്ട് തന്നെ ഇറങ്ങിയത്. മഴ നനഞ്ഞോ? ഓ, അത് കുഴപ്പമില്ല. കയറി വാ. ഇരിക്ക്. ആ പിന്നെ എങ്ങനെയുണ്ട് നിന്റെ അസുഖമൊക്കെ? കുറവുണ്ടോ? ഒരു ജോലിയിലൊക്കെ എൻഗേജ് ആയപ്പോൾ നല്ല മാറ്റമുണ്ട്. അതെന്തായാലും നന്നായി. ജ്യോതി പറഞ്ഞിരുന്നു നിന്റെ ജോലി കാര്യത്തെക്കുറിച്ച്. ആ അത് പോട്ടെ, നീ സോളമനെ കണ്ടോ? 2-3 ദിവസമായി വീട്ടിലോട്ട് വന്നിട്ട്. വാടക തരാൻ ദിവസമായി. അവനാണെങ്കിൽ കാണാനുമില്ല. അത് പറയുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഈ മാസത്തെ വാടക ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേണ്ട, ഞാൻ അവൻ്റെ വാങ്ങിച്ചോളാം. സോളമൻ ചേട്ടൻ തന്നാലും ഞാൻ തന്നാലും ഒരുപോലെയല്ലേ? ജ്യോതിയെ കണ്ടില്ലല്ലോ. അവളോട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഇതുവരെ പോയപ്പോഴാണ് ആ ബാഗിൻ്റെ പ്രശ്നം. ഓർമ്മയില്ല നിനക്ക്? എന്നെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ട് നല്ല ഇടി തരണം. ഒരേ ബഹളമായിരുന്നു അവള്. അപ്പോൾ ശരി ഏട്ടാ, ഞാൻ ഇറങ്ങട്ടെ. പോയിട്ട് വാ, കുറച്ച് തിരക്കുണ്ട്. ശരി. ഇന്ന് രാവിലെ ഒരിടത്തും പോയില്ലേ? അല്ല, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? എന്ത് പ്രത്യേകത? എൻ്റെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെ പിറന്നാളാ. ഓ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലേ? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അച്ഛനും അമ്മയായിട്ട് പള്ളിയിൽ പോവും, ഫ്രണ്ട്സുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു കണക്കിന് ഇതാ നല്ലത്. പക്ഷേ ഇന്ന് എൻ്റെ വക നിനക്കൊരു സമ്മാനമുണ്ട്. എന്ത് സമ്മാനം? ക്ലെമന്റെ പ്രവീണേ, നീ എന്ത് പണിയാടാ ഈ കാണിച്ചത്? വീടും നാടുമൊക്കെ വിട്ട് ഇവിടെ വന്നിങ്ങനെ? എനിക്കിവിടെ സുഖമാടാ. ഇവിടെ ആകുമ്പോൾ ആരെയും പേടിക്കാതെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഒപ്പം ഒരാളിവിടെ വന്നിട്ടുണ്ട്. ഒന്ന് ക്ഷമിക്കടാ മോനെ. അന്നത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞുപോയി. നീ പോയ ശേഷം അമ്മ ആഹാരം പോലും കഴിക്കുന്നില്ല. നിന്നെ കാണാൻ വേണ്ടി ദിവസവും കരയുകയാണ്. നിന്നെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ലടാ. സോളോമെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് അല്പമെങ്കിലും ആശ്വാസമായത്. അമ്മ നിന്നെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് മക്കളെ. അച്ഛനോടുള്ള പരിഭവവും ദേഷ്യവും ഒക്കെ മാറ്റി വീട്ടിലോട്ട് വാ മക്കളെ. ഇല്ല, എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. എൻ്റെ രോഗം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഇപ്പോൾ ഞാനില്ലെന്നുള്ള വിഷമം മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും ഉള്ളൂ. ഞാനിനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ. ഇവിടെ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും വരുന്നില്ല. ക്ലെമന്റെ, അവൻ്റെ മനസ്സ് വിഷമിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്താം. സാരമില്ല, അവൻ്റെ അമ്മയോട് എന്ത് പറയുമെന്ന് ആലോചിക്കുമ്പോഴാണ്. സാർ, അവൻ ഉടനെ തിരിച്ച് വീട്ടിൽ വരും. ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. സാർ ഇപ്പോൾ വീട്ടിൽ പോയിക്കോ. ഓക്കെ? പോവാം. എൻ്റെ അഭിപ്രായം ക്ലെമൻ്റ് തിരികെ പോകണമെന്നാണ്. ക്ലെമൻ്റെ അച്ഛൻ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. അച്ഛൻ നടന്നതെല്ലാം പറഞ്ഞു. താൻ വിചാരിക്കുന്ന പോലെ അച്ഛനും അമ്മയ്ക്ക് താനൊരു ശല്യമൊന്നല്ല കേട്ടോ. അപ്പോഴത്തെ ദേഷ്യത്തിന് അവരെന്തൊക്കെയോ പറഞ്ഞു പോയതാ. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. പാവം, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവും. നഷ്ടപ്പെടുമ്പോൾ മാത്രമേ ചിലരുടെ വില നമുക്ക് മനസ്സിലാവൂ. അമ്മയുടെ സ്നേഹം കണ്ടില്ല എന്ന് നടിക്കരുത്. എത്രയും പെട്ടെന്ന് ക്ലെമൻ്റ് വീട്ടിൽ പോകണം. അപ്പോൾ ഞാൻ പോകണമെന്നാണോ ജ്യോതി പറയുന്നത്? അതെ, എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം. പോയി അമ്മയെ കാണണം. പോയിട്ട് വരാം. ശരി, പോയിട്ട് വാ. ഈ കള്ള മറക്കുവാടാ. ചേട്ടനെ മറന്ന പിന്നെ ഈ ക്ലെമൻ്റ് ഇല്ല.
ഇവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോൾ ജീവിതത്തിലേക്ക് എന്നെ മടക്കി കൊണ്ടുവന്നവരെ വീണ്ടും കാണാൻ സാധിക്കുമോ എന്ന് പോലും ഉറപ്പില്ലായിരുന്നു. ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു നേടാനായിരുന്നു ആ യാത്ര. അച്ഛൻ, അമ്മ, സുഹൃത്തുക്കൾ, അങ്ങനെയെല്ലാം. എൻ്റെ രോഗാവസ്ഥയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. എന്നാലും അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും ഉണ്ടായി. ലൈഫിൽ പല മാജിക്കുകളും ഉണ്ടാവും. അങ്ങനെ ഒരു മാജിക്കിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അതിനെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനാണ്. എൻ്റെ ഈ വീഡിയോ ഒരാളുടെ ലൈഫിലെങ്കിലും ചെറിയൊരു മാറ്റം കൊണ്ടുവരുന്ന വിശ്വാസത്തിൽ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മൈസെൽഫ് ക്ലെമന്റ് സൈനിങ് ഓഫ്. ഓക്കെ ഓക്കെ. അതെ, ജീവിതം ഒരു മാജിക് പോലെയാണ്. പരാജയം സമ്മതിക്കാതെ പൊരുതി മുന്നേറി ജയിക്കുന്നവന് മാത്രം അവകാശപ്പെട്ട മാജിക്.